വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നീരേറ്റുപുറത്തേക്ക് മാറ്റി. തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തും കെട്ടിടത്തിനകത്തും വെള്ളം കയറിയതോടെയാണ് താൽക്കാലികമായി നീരേറ്റുപുറത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തും കെട്ടിടത്തിനകത്തും വെള്ളം കയറിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലികമായി നീരേറ്റുപുറത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റി. ആശുപത്രി കെട്ടിടത്തിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ രോഗികളുടെ ചികിത്സ മുടങ്ങാതിരിക്കാൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനു ശങ്കറിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ OP ഉൾപ്പെടെയുള്ള അവശ്യ ആരോഗ്യ സേവനങ്ങൾ പുതിയ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് തലവടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുന്നതിനിടെയാണ് ആരോഗ്യ സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ ഈ ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതെ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിറച്ച് വെള്ളമല്ലേ, മുട്ടപ്പം വെള്ളമാണ്. മുട്ടപ്പം അല്ല, ഇപ്പം വേസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഷ്യൻസ് വരാനും ബുദ്ധിമുട്ട്, അവിടെ അകത്തേക്ക് വെള്ളം കയറി സ്ഥിതി ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മെഡിസിനുകൾ ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. താൽക്കാലികമായി മാറി. പിന്നെ എത്ര ദിവസത്തേക്കാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെള്ളം ഇറങ്ങുവാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ 2 ദിവസത്തിൽ തിരിച്ചു മാറും. അത്യാവശ്യം മരുന്നുകളും ബാക്കി കാര്യങ്ങളും ക്യാമ്പുകൾ സന്ദർശനം അത്യാവശ്യം മെഡിസിൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഇൻസുലിൻ മെഡിസിൻസും പ്രഷർ, ഷുഗർ, ഇൻസുലിൻ സഹിതം, പിന്നെ മറ്റേ നമ്മുടെ IDRV, പേപ്പട്ടി, വിഷമ, അതിന്റെ എല്ലാത്തിൻ്റെ മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പ് വിസിറ്റ് കഴിഞ്ഞിട്ട് വരികയാണ്. അവിടെ വേറെ ഡോക്ടറുണ്ട്. ക്യാമ്പിലും അത്യാവശ്യം മെഡിസിൻ വിതരണം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ജലനിരപ്പ് കുറഞ്ഞ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതുവരെ താൽക്കാലിക കേന്ദ്രത്തിൽ നിന്നായിരിക്കും സേവനങ്ങൾ ലഭ്യമാക്കുക. ചികിത്സാ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾ നീരേറ്റുപുറത്തെ താൽക്കാലിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തെ സമീപിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.